ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മാധ്യമങ്ങളെല്ലാം ഞെട്ടലോട് ഞെട്ടലാണ്. ഹായ്, ഞാൻ ഫെലിക്സ്. മൊമെന്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് പക്കലുള്ള ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതറിഞ്ഞ് യഥാർത്ഥത്തിൽ ഞെട്ടിവിറക്കേണ്ട അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന് ഒരു കുലുക്കവുമില്ല. അദ്ദേഹം പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഒരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും വേണ്ടതാണ്, അത് എല്ലാ ഭാഗത്തുനിന്നും എടുക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ എന്ത് രീതിയിലാണ് അങ്ങനെ വിവേചനം, ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിനെപ്പറ്റി ആരാണ് പരാതിപ്പെട്ടിട്ടുള്ളത്, ആർക്കെതിരെയാണ് പരാതി, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി പഠിക്കേണ്ടിയിരിക്കും. മറ്റൊരു തമാശ എന്ന് പറയുന്നത്, ഈ ഗവൺമെന്റ് പക്കലുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് മാധ്യമപ്രവർത്തകർ സിദ്ദീഖിനോട് ചോദിക്കുകയുണ്ടായി. വളരെ രസകരമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അദ്ദേഹം പറഞ്ഞ ഇത് നമ്മളെ സംബന്ധിക്കുന്ന പ്രശ്നമല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമ്മയെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇപ്പോൾ സിനിമ മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രശ്നം അന്വേഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഒരു കമ്മീഷനാണ് ഹേമ കമ്മീഷൻ. അത് ഗവൺമെന്റ് ഇഷ്ടമുണ്ടെങ്കിൽ, ഗവൺമെന്റ് താല്പര്യമുണ്ടെങ്കിൽ അത് പുറത്തുവിട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമ്മയ്ക്ക് ഇതിലൊരു കാര്യവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല അത്. സിനിമ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. അപ്പോൾ അവർ സിനിമാ മേഖലയിലെ വിവിധ ഭാഗത്തുള്ള ആളുകളെ വിളിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട് അന്വേഷണം നടത്തുകയും ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിൻ്റെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു. അതിൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു പങ്കില്ല. അത് പുറത്തു വിടണ്ടെന്ന് പറയേണ്ട, അഭിപ്രായം പറയേണ്ട ഒരു കാര്യവും അമ്മയ്ക്കില്ല. അത് പുറത്തുവിട്ടാൽ പുറത്തുവിടും, പുറത്തുവിട്ടില്ലെങ്കിൽ പുറത്തുവിട്ടില്ല. അത്രേ അതിനകത്ത് അമ്മയ്ക്കൊരു നിലപാടെടുക്കാൻ പറ്റും. കാരണം അമ്മ സംഘടനയെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല അത്. അതുകൊണ്ടാണ്. എന്താ സിദ്ദീഖേ, നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളൊന്നും നിങ്ങളുടെ സഹപ്രവർത്തകരല്ലേ? അതല്ലെങ്കിൽ ഇവരൊന്നും അമ്മയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലേ? ഇടവേളകളില്ലാതെ ഇതിൻ്റെ പ്രസിഡന്റായിരുന്ന മുൻ പ്രസിഡന്റ് ബാബു പോലും പറയാത്ത ഉടുപ്പില്ലാത്ത വാചകമടിയായിപ്പോലോ സിദ്ദീഖേ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സത്യത്തിൽ ഒരു ഞെട്ടലും ഉണ്ടാകാതിരുന്നത് എന്നെപ്പോലെ സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമ കാണുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന എല്ലാ പേക്കൂത്തുകളെക്കുറിച്ചും, എല്ലാ പെൺവാണിഭത്തെക്കുറിച്ചും, എല്ലാ പീഡനങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. നമ്മളൊക്കെ ഈ സിനിമയെ വളരെ ഗൗരവമായി കണ്ടു തുടങ്ങിയ നമ്മുടെ നല്ല പ്രായത്തിൽ ഈ സിനിമയൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രായമുണ്ടല്ലോ. ആ പ്രായത്തിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്നത് നമ്മുടെ ശീല, ശാരദ എന്ന നടിമാരെയൊക്കെയാണ്, നമ്മുടെ പ്രായത്തിലുള്ളവർ. അവർക്ക് ശേഷം വന്നൊരു നടിയുണ്ട്, റാണി ചന്ദ്ര. അവരൊരു പ്ലെയിൻ ആക്സിഡൻറ്റ്, അവരും അവരുടെ കുടുംബവും ഒരു പ്ലെയിൻ ആക്സിഡൻറ്റ് മരിച്ചു പോയുണ്ടായി. അവർ ഈ സിനിമയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയരാകേണ്ടി വരും എന്നവർ തുറന്നു പറയുകയുണ്ടായി. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത്. സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണം? ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ്. ഈ വീഡിയോയിൽ അവരെന്താ പറയുന്നത്? നിങ്ങൾക്ക് ചാൻസ് കിട്ടിയത് നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ? ഇത്തരത്തിൽ തന്നെയാണെന്ന് റാണിചന്ദ്രയും പറഞ്ഞത്. അന്നിവിടെ ആരും ഞെട്ടിയില്ലല്ലോ. ഈ ഒരു ചോദ്യം, ഈ അവതാരക എന്ന് പറയുന്നത് ചെറുപ്പക്കാരി പെണ്ണാണ്. ഈ ചെറുപ്പക്കാരി പെണ്ണ് അത്തരത്തിലൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള ചില ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ചോദ്യം തന്നെ വരുന്നത്. അടുത്തിടെ നമ്മുടെ പാർവതി തിരുവത്തൂർ, അവരും ഈ മലയാളം ഇൻഡസ്ട്രിയിൽ അവർക്ക് നേരിടേണ്ടി വന്ന ആ പ്രശ്നത്തെക്കുറിച്ച് അവർ തുറന്നു പറയുകയുണ്ടായി. അന്നിവിടെ ആരെങ്കിലും ഞെട്ടിയോ? എന്തിനേറെ സീരിയൽ മേഖലകളിൽ സജീവമായിട്ടുള്ള നിശാ സാരംഗി, അവർ തന്നെ അവരുടെ ആ ഇൻഡസ്ട്രിയിൽ അവർക്ക് നേരിടേണ്ടി വന്ന വിദ്യാനുഭവത്തെക്കുറിച്ച് അവർ പറയുകയുണ്ടായി. അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് ആ സീരിയൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. എന്നിട്ട് ഇവിടെ ആരെങ്കിലും ഞെട്ടിയോ? അതുകൊണ്ട് മീഡിയയുടെ ഈ ഞെട്ടലൊന്നും ഒരു കാര്യവുമില്ല. എത്ര ഞെട്ടിയാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് വാസ്തവം. ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മുടെ സിദ്ദീഖിൻ്റെ പ്രസ്താവനയിൽ നിന്ന് തന്നെ നമുക്കത് വായിച്ചെടുക്കാം. ഇനിയിപ്പോൾ 2017 ഈ ഹേമ കമ്മീഷനെ ഗവൺമെൻറ് നിയമിക്കുന്നത്. 2019 റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിക്കുകയുണ്ടായി. ഈ 5 കൊല്ലക്കാലം ഗവൺമെൻറ് ഇതിൻ്റെ മേലിൽ എന്തോ നടപടിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമുക്ക് ഇതിനെ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഒന്ന് കേൾക്കാം. നിയന്ത്രണത്തിന്റെ പേര് പറഞ്ഞ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും തൊഴിൽ നൈപുണ്യവുമെല്ലാം അനാവശ്യ മാർഗരേഖകൾ കൊണ്ടുവരുന്നത് സിനിമയ്ക്ക് ഹിതകരമാവുകയുമില്ല. സിനിമാ മേഖല കുത്തഴിഞ്ഞതാണെന്നോ അതിലെ
സാങ്കേതിക പ്രവർത്തകരും നടീനടന്മാരുമാകെ അസാൻമാർഗിക സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണോ ആണെന്നോ ഉള്ള അഭിപ്രായം സർക്കാരിനില്ല. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹം തന്നെ പറയുന്നത് ഈ ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ വിട്ടുവീഴ്ചയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം ഈ ഹേമ റിപ്പോർട്ടിൽ പറയുന്ന ചിലരുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില പരാമർശങ്ങളൊന്നും പുറത്തുവിടരുത് എന്നുള്ളതാണ്. പണ്ട് നമ്മുടെ ദിലീപ് ഒരു നടിയെ പീഡിപ്പിച്ചപ്പോൾ ആ നടിയെ ഇന്നും നമ്മൾ ഇര, അതിജീവിത എന്നൊക്കെയാണല്ലോ വിളിക്കുന്നത്. സാരമില്ല, ഇവരുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ ഇവരെയും ഇര അല്ലെങ്കിൽ അതിജീവിത എന്നൊക്കെ തന്നെ നമുക്ക് സംബോധന ചെയ്യാം. പക്ഷേ ഈ വില്ലന്മാരാരാണെന്ന് അറിയണ്ടേ? അതൊക്കെ അറിയാനുള്ള അവകാശം നമ്മൾക്കില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതൊന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം ഞെട്ടി എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിലേതോ ഒരു പ്രമുഖ നടൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സൂചന അവർക്ക് ലഭിച്ചതുകൊണ്ടാണ്. ഇനി ആ നടനെ വലിച്ചു കീറി ആഘോഷിച്ചുകൊണ്ട് ഇവർ ഒരാഴ്ച കൊണ്ട് നടക്കും, അല്ലെങ്കിൽ മറ്റൊരു സംഭവം കിട്ടുന്നത് വരെ. ഇതൊക്കെ അവരുടെ ഒരു റേറ്റിങ്ങിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. സിനിമാ നടനും മന്ത്രിയുമായ ഗണേഷ് ഇതിലൊരു മുഖ്യ കണ്ണിയാണെന്ന് നമ്മുടെ സംവിധായകൻ വിനയൻ തുറന്നു തന്നെ പറയുകയുണ്ടായി. ഈ ഗണേഷിൻ്റെ ചരിത്രം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചാരിത്രം കൂടി ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം ഏതാണെന്നൊക്കെ. ഇദ്ദേഹത്തിൻ്റെ കവളിൽ കാണുന്ന അടിയുടെ പാട് ഈ ഭാര്യ അടിച്ചതാണോ അല്ലെങ്കിൽ അള്ളിയൻ അടിച്ചതാണോ അമ്മാച്ചൻ അടിച്ചതാണോ എന്ന് അറിയില്ല എന്ന് അടുത്തിടെയാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്ന് എന്ത് സംഭവിക്കാം? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇതിലെ ഈ 15 അംഗ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ മന്ത്രിമാരും MP-മാരും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ സ്വാധീനമുള്ളവരുമൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പിലുള്ളത്. അവർ വിചാരിച്ചാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് കിട്ടിയിട്ടും 5 കൊല്ലം ഈ ഗവൺമെൻറ് അതിൻ്റെ മേൽ അടയിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ ശ്രീനിവാസൻ്റെ മഴയെത്തും മുമ്പ് എന്നുള്ള സിനിമയിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. നമുക്ക് ആ സീനൊന്ന് കാണാം. ഇവറ്റകൾ ഹോസ്റ്റലിലായിരുന്നു. അവിടെ എന്തോ പ്രശ്നമുണ്ടാക്കിയപ്പോൾ വാർഡൻ തെറി വിളിച്ചു. അതിന് പ്രതികാരം എന്ന മട്ടിൽ വാർഡന്റെ മുറിയുടെ മുമ്പിൽ ഇവളുമാര് മൂത്രമൊഴിച്ചെന്നാ കേൾക്കുന്നത്. നമ്മുടെ അമ്മയുടെ പ്രസിഡന്റ് സിദ്ദിഖ് പറയുന്നത്, അത് സ്ത്രീകൾക്ക് വർക്ക് സൈറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് മൂത്രമൊഴിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് വളരെ ലാഘവത്തോടുകൂടി അദ്ദേഹം പറയുകയാണ്. വേണ്ടെന്നേ, നിങ്ങളൊന്നും റെഡിയാക്കി കൊടുക്കണ്ട, അവർക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യമൊന്നും നിങ്ങൾ ഒരുക്കി കൊടുക്കണ്ട. എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വർക്ക് സൈറ്റിൽ മൂത്രമൊഴിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിനിമയിൽ പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ വീടിൻ്റെ മുൻപ് പോയി മൂത്രമൊഴിച്ച് നടക്കണം. അതല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന ഹോട്ടലിലെ മുറികളുണ്ടല്ലോ, ആ മുറിയുടെ ഫ്രണ്ടിൽ പോയി മൂത്രമൊഴിച്ച് മാറ്റണം. ഞാനിത് പറയുന്നത് ഇത്തരത്തിൽ പ്രതികരണശേഷി നിങ്ങൾ കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. സ്ത്രീകളിൽ ഭൂരിപക്ഷം പേരും ഈ ഇൻഡസ്ട്രിയിലോട്ടൊക്കെ വരുന്നത് അവരുടെ ഒരു പാഷനായിട്ടൊന്നുമല്ല, മറിച്ച് പലരുടെയും ഇതൊരു ജീവനോപാധിയാണ്. പക്ഷേ ഈ ഒരു നിസ്സാവസ്ഥയാണ് ഇത്തരക്കാർ മുതലെടുക്കുന്നത്. ഈ ഇൻഡസ്ട്രി കുറച്ചെങ്കിലും ശുദ്ധമാക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് നമ്മുടെ മന്ത്രി ഗണേശിനെയും നമ്മുടെ ദിലീപിനെയും മുകേഷിനെയും ഒക്കെയാണ്. പിന്നെ മറ്റൊരാളുണ്ട്, WCC മെമ്പർ എന്ന് പറയുന്ന, ഇപ്പോൾ WCC തന്നെ ഒറ്റിക്കൊടുത്ത നമ്മുടെ മഞ്ജു വാര്യർ. കുറഞ്ഞപക്ഷം ആ സംഘടനയിൽ നിന്നെങ്കിലും അവരെ പുറത്താക്കണം. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, തുല്യതയാണ് എന്നൊക്കെ പറയും, പക്ഷേ ഒന്നും അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരിടത്തും സ്ത്രീ മാറുമറയ്ക്കാനും ഈ മുട്ടിന് താഴെ വരെ നീട്ടി മുടുക്കാനും പൊട്ടു തൊടാനും ഒക്കെ സ്ത്രീ സമരം ചെയ്താണ് അതൊക്കെ നേടിയെടുത്തിട്ടുള്ളത്. സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, സഹോദരിയാണ്, മകളാണ്. ഈ സ്ത്രീ ഇല്ലെങ്കിൽ ഈ ലോകം തന്നെ ഇല്ല. പിന്നെ അല്ലേ സിനിമ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.